നെക്സ്റ്റ് സെക്ഷൻ ലീനിയർ മാപ്സ് ആൻഡ് ബേസിസ്. ഒരു ലീനിയർ മാപ്പിൻ്റെ ഡിപ്പാർച്ചർ സ്പേസിൻ്റെ ഏതെങ്കിലും ബേസിസിലുള്ള എലമെൻസുകളുടെ ഇമേജസ് അറിയാമെന്നുണ്ടെങ്കിൽ ആ ലീനിയർ മാപ്പ് യൂണിക് വേയിൽ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുവാൻ സാധിക്കും എന്നാണ് ഈ സെക്ഷനിൽ നമ്മൾ മെയിനായിട്ട് പ്രൂവ് ചെയ്യുന്നത്. കുറച്ച് റിസൾട്ട്സ് അപ്ലൈ ചെയ്തിട്ടാണ് അത് പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് തിയറം, ലെറ്റ് യു ആൻഡ് വി ബി വെക്റ്റർ സ്പേസസ് ഓവർ എ ഫീൽഡ് എഫ് if set of all vectors u1 u2 etc un is a basis of u and v1 v2 etc vn are elements of v, not necessarily distinct, then there is a unique linear mapping f from u to v such that f of ui equal to vi for each I equal to 1 to 3 up to n. അതായത് യുവും വിയും രണ്ട് വെക്റ്റർ സ്പേസസ് ഓവർ എ സെയിം ഫീൽഡ് എഫ്. സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് u1 u2 എക്സെട്ര un, വെക്റ്റർ സ്പേസ് യുവിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസ് v1 v2 എക്സെട്ര vn, വെക്റ്റർ സ്പേസ് വിയിലെ ഏതെങ്കിലും n എലിമെൻറ്റ്സ്. ഇവ ഡിസ്റ്റിങ്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് യു ഐ ഈക്വൽ ടു വി ഐ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 to 3 up to n. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു യൂണീക്ക് ലീനിയർ മാപ്പിംഗ് എഫ് യുവിൽ നിന്നും വിയിലേക്ക് ഉണ്ടായിരിക്കും എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. വെക്റ്റർ സ്പേസ് യുവിൽ നിന്നും ആർബിട്രറി ആയിട്ട് ഒരു വെക്റ്റർ എക്സ് ചൂസ് ചെയ്യുക. സെറ്റ് ഓഫ് എൻ വെക്റ്റേഴ്സ് u1 u2 എക്സെട്ര un, വെക്റ്റർ സ്പേസ് യുവിൻ്റെ ഒരു ബേസിസ് ആയതുകൊണ്ട് ഈ വെക്റ്ററിനെ ആ ബേസിസിലുള്ള എലമെൻസിൻ്റെ യൂണീക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. സോ ദെയർ എക്സിസ്റ്റ് സ്കേലാർസ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ യു ഐ, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n un. ദെൻ യുവിൽ നിന്നും വിയിലേക്ക് ഒരു മാപ്പിംഗ് എഫ് ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ യു ഐ വിച്ച് ഇസ് ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n vn, ദാറ്റ് ഈസ് എഫ് ഓഫ് ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n un ഈക്വൽ ടു ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ n vn. അതായത് ആദ്യം ചൂസ് ചെയ്ത വെക്റ്റർ എക്സിനെ ബേസിസിലെ എലമെൻസിൻ്റെ യൂണീക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക. ദെൻ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് വെക്റ്റർ സ്പേസ് വിയിലെ v1 v2 എക്സെട്ര vn ഈ എലമെൻസുകളുടെ സെയിം ലീനിയർ കോമ്പിനേഷൻ. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് വെക്റ്റർ എക്സിനെ u1 u2 എക്സെട്ര un ഇവയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോഴുള്ള കറസ്പോണ്ടിങ് സ്കേലാർസ് അതേ ഓർഡറിൽ തന്നെ യൂസ് ചെയ്ത് v1 v2 എക്സെട്ര vn ഈ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. ആ ലീനിയർ കോമ്പിനേഷനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. വെക്റ്റർ സ്പേസ് യുവിലെ ഏത് വെക്റ്റർ ചൂസ് ചെയ്താലും ആ വെക്റ്ററിനെ u1 u2 എക്സെട്ര un ഇവയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് യൂണീക്ക് വേയിൽ എഴുതുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് എഫ് വെൽ ഡിഫൈൻഡ് ആണ്. നൗ ഈ മാപ്പിംഗ് ലീനിയർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അതിനുവേണ്ടി വെക്റ്റർ സ്പേസ് യുവിലെ രണ്ട് ആർബിട്രറി വെക്റ്റേഴ്സ് എക്സും വൈയും ഫീൽഡ് എഫിലെ എനി സ്കേലാർ എയും ചൂസ് ചെയ്യുക. ദെൻ വെക്റ്റർ എക്സിനെയും വെക്റ്റർ വൈനെയും ബേസിസിലുള്ള എലമെൻസിൻ്റെ യൂണീക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. ലെറ്റ് വെക്റ്റർ എക്സ് ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ യു ഐ ആൻഡ് വെക്റ്റർ വൈ ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ യു ഐ. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ എക്സ് പ്ലസ് വെക്റ്റർ വൈ ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ പ്ലസ് ബീറ്റ ഐ ഇൻറ്റു വെക്റ്റർ യു ഐ ആൻഡ് എ ഇൻറ്റു വെക്റ്റർ എക്സ് ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു 1 to n എ ഇൻറ്റു ആൽഫ ഐ യു ഐ. സോ എഫിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ പ്ലസ് ബീറ്റ ഐ ഇൻറ്റു യു ഐ വിച്ച് ഇസ് ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ പ്ലസ് ബീറ്റ ഐ ഇൻറ്റു വി ഐ. ദെൻ വെക്റ്റർ സ്പേസിൻ്റെ സിക്സ്ത് ആക്സിയം അപ്ലൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ പ്ലസ് സമേഷൻ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ വി ഐ. സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ ഈക്വൽ ടു എഫ് ഓഫ് സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ യു ഐ ആണ്. അതുപോലെ സമേഷൻ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ വി ഐ ഈക്വൽ ടു എഫ് ഓഫ് സമേഷൻ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ യു ഐ ആണ്. ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ യു ഐ പ്ലസ് എഫ് ഓഫ് സമേഷൻ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ യു ഐ എന്ന് കിട്ടും. സമേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ യു ഐ ഈക്വൽ ടു വെക്റ്റർ എക്സും സമേഷൻ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ യു ഐ ഈക്വൽ ടു വെക്റ്റർ വൈയും ആയതുകൊണ്ട് ഇതിൽ നിന്നും എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്ന് കിട്ടും. ഓൾസോ എഫ് ഓഫ് എ ഇൻറ്റു വെക്റ്റർ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സമേഷൻ ഐ ഈക്വൽ ടു 1 to n എ ആൽഫ ഐ യു ഐ ബൈ ദി ഡെഫിനിഷൻ ഓഫ് എഫ് വിച്ച് ഇസ് ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു 1 to n
a into alpha I into vector vi, which is equal to a into summation I equal to 1 to n alpha I vi, summation I equal to 1 to n alpha I vi equal to f of x ആയതുകൊണ്ട് ഇതിൽ നിന്നും f of a into vector x equal to f of vector x എന്ന് കിട്ടും. സോ എഫ് ലീനിയർ ആണ്. ദെൻ യുവിൻ്റെ ബേസിസിലെ ഓരോ വെക്ടർ യു ഐനെയും ആ ബേസിസിലുള്ള എലിമെൻസിൻ്റെ യൂണിക് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. അതിങ്ങനെയാണ്. ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 2 3 up to n ടേക്ക് ഡെൽറ്റ ഐ ജെ ഈക്വൽ ടു 1 ഇഫ് ഐ ഈക്വൽ ടു ജെ ഈക്വൽ ടു 0 ഇഫ് ഐ നോട്ട് ഈക്വൽ ടു ജെ. അതായത് ith സ്കേലാർ മാത്രം 1, ബാക്കി എല്ലാ സ്കേലാർസും 0. ദെൻ യു ഐ ഈക്വൽ ടു സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ഡെൽറ്റ ഐ ജെ യു ജെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഈക്വൽ ടു 2 ആണെങ്കിൽ ഡെൽറ്റ 2j ഈക്വൽ ടു 1 ഇഫ് ജെ ഈക്വൽ ടു 2 ഈക്വൽ ടു 0 ഇഫ് ജെ നോട്ട് ഈക്വൽ ടു 2. അതായത് ഡെൽറ്റ 21 ഈക്വൽ ടു 0, ഡെൽറ്റ 22 ഈക്വൽ ടു 1, ഡെൽറ്റ 23 ഈക്വൽ ടു 0 എക്സെട്ര ഡെൽറ്റ 2n ഈക്വൽ ടു 0. ദെൻ വെക്ടർ u2 ഈക്വൽ ടു ഡെൽറ്റ 21 ഇൻറ്റു u1 പ്ലസ് ഡെൽറ്റ 22 ഇൻറ്റു u2 പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ 2n ഇൻറ്റു un ആയിരിക്കും. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ ബൈ ദി ഡെഫിനേഷൻ ഓഫ് എഫ് ഓഫ് വെക്ടർ യു ഐ ഈക്വൽ ടു എഫ് ഓഫ് സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ഡെൽറ്റ ഐ ജെ യു ജെ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ജെ ഈക്വൽ ടു 1 to n ഡെൽറ്റ ഐ ജെ വി ജെ. ഈ ലീനിയർ കോമ്പിനേഷനിലെ സ്കേലാർസിൽ ഡെൽറ്റ ഐ ഐ ഈക്വൽ ടു 1 ആണ്, ബാക്കി എല്ലാ സ്കേലാർസും 0യും. സോ വിച്ച് ഇസ് ഈക്വൽ ടു വെക്ടർ വി ഐ. ദാറ്റ് ഈസ് ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 2 3 up to n എഫ് ഓഫ് യു ഐ ഈക്വൽ ടു വി ഐ. ദസ് എഫ് ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം യു ടു വി സച്ച് ദാറ്റ് എഫ് ഓഫ് യു ഐ ഈക്വൽ ടു വി ഐ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 2 3 up to n. ദെൻ ഈ ലീനിയർ മാപ്പ് യൂണീക്ക് ആണെന്ന് കൂടി പ്രൂവ് ചെയ്യുവാനുണ്ട്. അതിനുവേണ്ടി ഇത്തരത്തിൽ മറ്റൊരു ലീനിയർ മാപ്പ് ജി യുവിൽ നിന്നും വിയിലേക്കുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് ജി ഫ്രം യു ടു വി ബി എ ലീനിയർ മാപ്പ് സച്ച് ദാറ്റ് ജി ഓഫ് യു ഐ ഈക്വൽ ടു വി ഐ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 2 3 up to n. ദെൻ എഫും ജിയും സെയിം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി വെക്ടർ സ്പേസ് യുവിലെ ആർബിട്രറി വെക്ടർ എക്സ് യൂസ് ചെയ്താൽ ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്താൽ മതി. ടേക്ക് എനി വെക്ടർ എക്സ് ഇൻ യു. ദെൻ വെക്ടർ എക്സിനെ വെക്ടേഴ്സ് u1 u2 എക്സെട്ര un ഇവയുടെ യൂണിക് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. ലെറ്റ് വെക്ടർ എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ യു ഐ. ജി ലീനിയർ ആയതുകൊണ്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് ആൽഫ 1 u1 പ്ലസ് ആൽഫ 2 u2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ഇൻ un ഈക്വൽ ടു ആൽഫ 1 ഇൻറ്റു ജി ഓഫ് u1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ജി ഓഫ് u2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ഇൻ ഇൻറ്റു ജി ഓഫ് un. ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 2 3 up to n ജി ഓഫ് യു ഐ ഈക്വൽ ടു വി ഐ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ ഇൻ വി എൻ. ദാറ്റ് ഈസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ. അത് തന്നെയാണ് എഫ് ഓഫ് എക്സ്. സോ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സോ ഈ മാപ്പിംഗ് യുണീക്കാണ്. ഇതാണ് ഈ തിയറത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഈ തിയറത്തിൻ്റെ 2 കൊറോളറികളാണ്. ഫസ്റ്റ് വൺ, എ ലീനിയർ മാപ്പിംഗ് ഈസ് കംപ്ലീറ്റ്ലി ആൻഡ് യൂണീക്ക്ലി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ആക്ഷൻ ഓൺ എ ബേസിസ്. ഒരു ലീനിയർ മാപ്പിൻ്റെ ഡിപ്പാർച്ചർ സ്പേസിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിലുള്ള ആക്ഷൻ അറിയാമെങ്കിൽ ആ ലീനിയർ മാപ്പ് യൂണീക്ക് വേയിൽ കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ ചെയ്യുവാൻ സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഡിപ്പാർച്ചർ സ്പേസിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിലുള്ള എലമെൻസിൻ്റെ ഇമേജസ് അറിയാം എന്നുണ്ടെങ്കിൽ ആ ലീനിയർ മാപ്പ് യൂണീക്ക് വേയിൽ ഡിറ്റർമിൻ ചെയ്യുവാൻ സാധിക്കും എന്നാണ്. നമുക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാം. എഫ് യുവിൽ നിന്നും വിയിലേക്കുള്ള ഒരു ലീനിയർ മാപ്പാണെന്നും ബി ഈക്വൽ ടു സെറ്റ് ഓഫ് വെക്ടേഴ്സ് u1 u2 എക്സെട്ര un വെക്ടർ സ്പേസ് യുവിൻ്റെ ഒരു ബേസിസ് ആണെന്നും വിചാരിക്കുക. ലെറ്റ് വി ഐ ഈക്വൽ ടു എഫ് ഓഫ് യു ഐ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 2 3 up to n. അതായത് ബേസിസിലുള്ള എല്ലാ എലിമെൻസിൻ്റെയും ഇമേജസ് നമുക്കറിയാം എന്ന് വിചാരിക്കുക. ഇവിടെ v1 v2 എക്സെട്ര vn ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ദെൻ എബോവ് തിയറം അപ്ലൈ ചെയ്താൽ എഫ് ഓഫ് യു ഐ ഈക്വൽ ടു വി ഐ ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 2 3 up to n. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു യൂണിക് ലീനിയർ മാപ്പ് മാത്രമേ യുവിൽ നിന്നും വിയിലേക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് കിട്ടും. ആ മാപ്പാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്ന എഫ്. വെക്ടർ സ്പേസ് യുവിലെ ഏതൊരു വെക്ടർ എക്സ് യൂസ് ചെയ്താലും ആ വെക്ടറിനെ ബേസിസ് ബിയിലെ വെക്ടേഴ്സിൻ്റെ യൂണിക് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. സോ ഫോർ എനി വെക്ടർ എക്സ് ഇൻ യു എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ യു ഐ. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ യു ഐ. ദെൻ എഫ് ലീനിയർ മാപ്പ് ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു
summation I equal to 1 to n alpha I into f of uy. For each I equal to 1 2 3 up to n f of uyയുടെ വാല്യൂ നമുക്കറിയാം എന്നുള്ളത് കൊണ്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ വെക്റ്റർ സ്പേസ് യുവിലെ എല്ലാ വെക്റ്റേഴ്സിൻ്റെയും എഫിൻ്റെ അണ്ടറിലുള്ള ഇമേജസ് നമുക്ക് യൂണീക്കലി കണ്ടുപിടിക്കുവാൻ സാധിക്കും. സോ ഒരു ലീനിയർ മാപ്പിൻ്റെ ഡിപ്പാർച്ചർ സ്പേസിൻ്റെ ഏതെങ്കിലും ബേസിസിലുള്ള ആ മാപ്പിൻ്റെ ആക്ഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ആ ലീനിയർ മാപ്പ് യൂണീക്ക് വേയിൽ ഡിറ്റർമിൻ ചെയ്യുവാൻ സാധിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ കൊറോളറി ടു two linear mappings f, g from u to v are equal if they agree on any basis of u. അതായത് എഫും ജിയും വെക്റ്റർ സ്പേസ് യുവിൽ നിന്നും വിയിലേക്കുള്ള രണ്ട് ലീനിയർ മാപ്പിങ്സ്. ദെൻ വെക്റ്റർ സ്പേസ് യുവിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിലെ എലമെൻസിൻ്റെ എഫിൻ്റെയും ജിയുടെയും അണ്ടറിലുള്ള ഇമേജസ് സെയിം ആണെങ്കിൽ ആ രണ്ട് ലീനിയർ മാപ്പിങ്സും ഈക്വൽ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സാധാരണയായിട്ട് രണ്ട് മാപ്പിങ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡൊമെയിനിലെ എല്ലാ എലമെൻസിൻ്റെയും ആ രണ്ട് മാപ്പിങ്സിൻ്റെയും അണ്ടറിലുള്ള ഇമേജസ് സെയിം ആയിരിക്കണം. എഫും ജിയും ലീനിയർ മാപ്പിങ്സ് ആണെങ്കിൽ ഡിപ്പാർച്ചർ സ്പേസിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിലെ വെക്റ്റേഴ്സിൻ്റെ ഈ മാപ്പിങ്സിൻ്റെ അണ്ടറിലുള്ള ഇമേജസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. നമുക്ക് ഈ റിസൾട്ട് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. വെക്റ്റർ സ്പേസ് യുവിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിലുള്ള എല്ലാ വെക്റ്റേഴ്സ് യു ഐകൾക്കും എഫ് ഓഫ് യു ഐ ഈക്വൽ ടു ജി ഓഫ് യു ഐ ആണെന്ന് വിചാരിക്കുക. ദെൻ പ്രീവിയസ് കൊറോളറി അപ്ലൈ ചെയ്താൽ എഫിനെയും ജിനെയും യൂണീക്ക് വേയിൽ ഡിറ്റർമിൻ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് എഫും ജിയും ഈക്വൽ ആയിരിക്കും. കാരണം വെക്റ്റർ സ്പേസ് യുവിലെ ആർബിട്രറി വെക്റ്റർ എക്സ് ചൂസ് ചെയ്താൽ ആ വെക്റ്ററിനെ ബേസിസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് യൂണീക്ക് വേയിൽ എഴുതുവാൻ സാധിക്കും. ലെറ്റ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ ഇൻറ്റു വെക്റ്റർ യു ഐ. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ യു ഐ which is equal to summation I equal to 1 to n alpha I into f of ui. കാരണം f ഒരു ലീനിയർ മാപ്പാണ്. ഫോർ ഈച്ച് ഐ എഫ് ഓഫ് യു ഐ ഈക്വൽ ടു ജി ഓഫ് യു ഐ ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ ഇൻറ്റു ജി ഓഫ് യു ഐ വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. സോ ഫോർ എനി എക്സ് ബിലോങ്സ് ടു യു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. സോ എഫും ജിയും ഈക്വൽ ആണ്. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഷോ ദാറ്റ് ദി സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ordered pairs 1, 2 and 3, 4 is a basis of R2 if f from R2 to R3 is linear such that f of ordered pair 1, 2 equal to ordered triple 3, 2, 1, f of ordered pair 3, 4 equal to ordered triple 6, 5, 4. Determine f of xy for all ordered pairs xy belongs to R2. നമുക്ക് ആദ്യം വെരിഫൈ ചെയ്യുവാനുള്ളത് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഓർഡേഡ് പേഴ്സ് 1, 2 and 3, 4 R2വിൻ്റെ ഒരു ബേസിസ് ആണെന്നാണ്. ദെൻ R2വിൽ നിന്നും R3യിലേക്കുള്ള ഒരു ലീനിയർ മാപ്പിങ്ങിൻ്റെ ഈ ബേസിസിലുള്ള വെക്റ്റേഴ്സിൻ്റെ ഇമേജസ് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് R2വിലെ ആർബിട്രറി വെക്റ്റർ ഓർഡേഡ് പെയർ എക്സ് വൈയുടെ എഫിൻ്റെ അണ്ടറിലുള്ള ഇമേജ് കണ്ടുപിടിക്കുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നിട്ടുള്ള സെറ്റ് R2വിൻ്റെ ഒരു ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഈ സെറ്റിൽ എക്സാക്ട്ലി 2 വെക്റ്റേഴ്സ് ആണുള്ളത്. R2വിൻ്റെ ഡയമെൻഷൻ 2 ആണ്. സോ രണ്ട് എലമെൻറ്റ്സുള്ള R2വിൻ്റെ ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് യൂസ് ചെയ്താലും അത് R2വിൻ്റെ ഒരു ബേസിസ് ആയിരിക്കും. സോ ഈ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ ഈ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് R2വിൻ്റെ ഒരു ബേസിസ് ആണെന്ന് കിട്ടും. നമുക്കത് പ്രൂവ് ചെയ്യാം. R2വിലെ 0 വെക്റ്റർ ഓർഡേഡ് പെയർ 0, 0 ആണ്. ഫോർ എനി സ്കേലാർസ് a, b belongs to R, a into ordered pair 1, 2 plus b into ordered pair 3, 4 equal to ordered pair 0, 0 implies that ordered pair a plus 3b, 2a plus 4b equal to ordered pair 0, 0 which implies a plus 3b equal to 0 and 2a plus 4b equal to 0. സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും a plus 2b equal to 0 എന്ന് കിട്ടും. ദെൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഈ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്താൽ b equal to 0 എന്നും അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ a equal to 0 എന്നും കിട്ടും. സോ തന്നിട്ടുള്ള രണ്ട് വെക്റ്റേഴ്സിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ മാത്രമേ 0 വെക്റ്റർ ആയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. R2വിൻ്റെ ഡയമെൻഷൻ 2 ആയതുകൊണ്ട് ഈ സെറ്റ് R2വിൻ്റെ ഒരു ബേസിസ് ആയിരിക്കും. ദെൻ R2വിൽ നിന്നും R3യിലേക്കുള്ള ഒരു ലീനിയർ മാപ്പിങ്ങിൻ്റെ ഈ ബേസിസിലെ എലമെൻസിൻ്റെ ഇമേജസ് തന്നിട്ടുണ്ട്. ദെൻ കൊറോളറി 1 അപ്ലൈ ചെയ്താൽ R2വിലുള്ള എല്ലാ വെക്റ്റേഴ്സിൻ്റെയും എഫിൻ്റെ അണ്ടറിലുള്ള ഇമേജ് നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി R2വിലെ ആർബിട്രറി വെക്റ്റർ ഓർഡേഡ് പെയർ എക്സ് വൈനെ
ഈ ബേസിസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് ആദ്യം എഴുതുക. ഫോർ എനി ഓർഡേഡ് പെയർ എക്സ് കോമ വൈ ബിലോങ്സ് ടു R2 A into ordered pair 1 2 plus B into ordered pair 3 4 equal to ordered pair x comma y, which implies ordered pair a plus 3b comma 2a plus 4b equal to ordered pair x comma y, that is a plus 3b equal to x and 2a plus 4b equal to y. Then ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് എയും ബിയും ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2a plus 6b equal to 2x എന്ന് കിട്ടും. ദെൻ ഈ ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്താൽ 2b equal to 2x minus y എന്ന് കിട്ടും. ദാറ്റ് ഈസ് b equal to 1/2 into 2x minus y. ദെൻ ബിയുടെ ഈ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ a equal to 1/2 into 3y minus 4x എന്ന് കിട്ടും. സോ ഫോർ എനി വെക്റ്റർ ഓർഡേഡ് പെയർ xy belongs to R2 a equal to 1/2 into 3y minus 4x and b equal to 1/2 into 2x minus y. ഇതുപോലെ സ്കേലാർസ് ചൂസ് ചെയ്താൽ ആ വെക്ടറിനെ a ഇൻറ്റു ഓർഡേഡ് പെയർ 1 2 പ്ലസ് ബി ഇൻറ്റു ഓർഡേഡ് പെയർ 3 4 ഈ ഫോമിൽ ബേസിസിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. ദാറ്റ് ഈസ് ഫോർ എനി ഓർഡേഡ് പെയർ xy belongs to R2 ഓർഡേഡ് പെയർ xy ഈക്വൽ ടു 1/2 ഇൻറ്റു 3y minus 4x ഇൻറ്റു ഓർഡേഡ് പെയർ 1 2 പ്ലസ് 1/2 ഇൻറ്റു 2x minus y ഇൻറ്റു ഓർഡേഡ് പെയർ 3 4. നൗ f of xy ഈക്വൽ ടു f of 1/2 into 3y minus 4x into ordered pair 1 2 plus 1/2 into 2x minus y into ordered pair 3 4. f ഒരു ലീനിയർ മാപ്പ് ആയതുകൊണ്ട് which is equal to 1/2 into 3y minus 4x into f of ordered pair 1 2 plus 1/2 into 2x minus y into f of ordered pair 3 4. f of ordered pair 1 2 equal to ordered triple 3 2 1 f of ordered pair 3 4 equal to ordered triple 6 5 4 ആയതുകൊണ്ട് which is equal to 1/2 into 3y minus 4x into ordered triple 3 2 1 plus 1/2 into 2x minus y into ordered triple 6 5 4. Then അത് സിംപ്ലിഫൈ ചെയ്താൽ f of xy equal to ordered triple 3/2y x plus 1/2y 2x minus 1/2y എന്ന് കിട്ടും. സോ R2ലെ ആർബിട്രറി വെക്ടറിൻ്റെ എഫിൻ്റെ അണ്ടറിലുള്ള ഇമേജ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മളോട് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഓർഡർ ട്രിപ്പിൾസ് 1 1 0 1 0 1 ആൻഡ് 0 1 1 ഈസ് എ ബേസിസ് ഓഫ് R3 if f from R3 to R2 is linear and such that f of order triple 1 1 0 equal to ordered pair 1 2, f of order triple 1 0 1 equal to ordered pair 0 0 and f of order triple 0 1 1 equal to ordered pair 2 1. Determine f of xyz for all ordered triple xyz belongs to R3. R3യിലുള്ള 3 വെക്ടേഴ്സിൻ്റെ സെറ്റ് തന്നിട്ടുണ്ട്. ആ സെറ്റ് ഓഫ് വെക്ടേഴ്സ് R3യുടെ ഒരു ബേസിസ് ആണെന്നാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. ദെൻ R3യിൽ നിന്നും R2യിലേക്കുള്ള ഒരു ലീനിയർ മാപ്പിങ്ങിൻ്റെ ഈ ബേസിസിലെ എലമെൻസിൻ്റെ ഇമേജസ് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് R3യിലുള്ള ഒരു ആർബിട്രറി വെക്ടറിൻ്റെ എഫിൻ്റെ അണ്ടറിലുള്ള ഇമേജ് കണ്ടുപിടിക്കുവാനാണ് പിന്നീട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നിട്ടുള്ള സെറ്റ് ഓഫ് വെക്ടേഴ്സ് R3യുടെ ഒരു ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. R3യുടെ ഡയമെൻഷൻ 3 ആയതുകൊണ്ടും ഈ സെറ്റിൽ എക്സാക്ട്ലി 3 വെക്ടേഴ്സ് ആയതുകൊണ്ടും ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. R3യിലെ 0 വെക്ടർ ഓർഡർ ട്രിപ്പിൾ 0 0 0 ആണ്. ഫോർ എനി സ്കേലാർസ് a, b and c belongs to R, a into order triple 1 1 0 plus b into order triple 1 0 1 plus c into order triple 0 1 1 equal to order triple 0 0 0 implies that order triple a plus b a plus c b plus c equal to order triple 0 0 0, which implies a plus b equal to 0, a plus c equal to 0 and b plus c equal to 0. ലാസ്റ്റ് ഇക്വേഷനിൽ നിന്നും b equal to minus c എന്ന് കിട്ടും. അത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ a minus c equal to 0 എന്ന് കിട്ടും. സോ a minus c equal to 0 and a plus c equal to 0. ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്താൽ a equal to 0 എന്നും ആ വാല്യൂ ഇതിലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ c equal to 0 എന്നും കിട്ടും. b equal to minus c ആയതുകൊണ്ട് b is also 0. സോ തന്നിട്ടുള്ള വെക്ടേഴ്സിൻ്റെ ട്രിവിയൽ ലീനിയർ കോമ്പിനേഷൻ മാത്രമേ R3യിലെ 0 വെക്ടർ ആയിരിക്കുകയുള്ളൂ. സോ തന്നിട്ടുള്ള വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. R3യുടെ ഡയമെൻഷൻ 3 ആയതുകൊണ്ട് ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് R3യുടെ ഒരു ബേസിസ് ആയിരിക്കും. ഇനി R3യിലുള്ള ആർബിട്രറി വെക്ടറിൻ്റെ എഫിൻ്റെ അണ്ടറിലുള്ള ഇമേജ് കണ്ടുപിടിക്കണം.
അതിനുവേണ്ടി ആദ്യം ആ വെക്ടറിനെ ഈ 3 വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക. ടേക്ക് എനി വെക്ടർ ഓർഡർ ട്രിപ്പിൾ എക്സ് വൈ സെഡ് ഇൻ R3. Now A into order triple 1 1 0 plus B into order triple 1 0 1 plus C into order triple 0 1 1 equal to order triple XYZ implies that order triple A plus B comma A plus C comma B plus C equal to order triple XYZ, which implies A plus B equal to X, A plus C equal to Y and B plus C equal to Z. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്താൽ B minus C equal to X minus Y എന്ന് കിട്ടും. So B minus C equal to X minus Y and B plus C equal to Z. ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്താൽ 2B equal to X minus Y plus Z എന്നും അതിൽ നിന്നും B equal to 1/2 into X minus Y plus Z എന്നും കിട്ടും. ദെൻ ബിയുടെ ഈ വാല്യൂ അതിലേതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ C equal to 1/2 into minus X plus Y plus Z എന്ന് കിട്ടും. ദെൻ ഫസ്റ്റ് ഇക്വേഷനിൽ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ A equal to 1/2 into X plus Y minus Z എന്ന് കിട്ടും. So for any vector order triple XYZ in R3, A equal to 1/2 into X plus Y minus Z, B equal to 1/2 into X minus Y plus Z and C equal to 1/2 into minus X plus Y plus Z. ഇതുപോലെ സ്കേലാർസ് യൂസ് ചെയ്താൽ നമ്മൾ ചൂസ് ചെയ്ത വെക്ടറിനെ ബേസിസിലെ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുവാൻ സാധിക്കും. That is order triple XYZ equal to 1/2 into X plus Y minus Z into order triple 1 1 0 plus 1/2 into X minus Y plus Z into order triple 1 0 1 plus 1/2 into minus X plus Y plus Z into order triple 0 1 1. Then f of X equal to f of 1/2 into X plus Y minus Z into order triple 1 1 0 plus 1/2 into X minus Y plus Z into order triple 1 0 1 plus 1/2 into minus X plus Y plus Z into order triple 0 1 1. F ഒരു ലീനിയർ മാപ്പ് ആയതുകൊണ്ട് which is equal to 1/2 into X plus Y minus Z into f of 1 1 0 plus 1/2 into X minus Y plus Z into f of 1 0 1 plus 1/2 into minus X plus Y plus Z into f of order triple 0 1 1. f of order triple 1 1 0 equal to order per 1 comma 2 ഉം f of order triple 1 0 1 equal to order per 0 comma 0 ഉം f of order triple 0 1 1 equal to order per 2 comma 1 ഉം ആയതുകൊണ്ട് which is equal to 1/2 into X plus Y minus Z into order per 1 comma 2 plus 1/2 into X minus Y plus Z into order per 0 comma 0 plus 1/2 into minus X plus Y plus Z into order per 2 comma 1. അതൊന്ന് അറേഞ്ച് ചെയ്താൽ f of X Y Z equal to order per 1/2 into minus X plus 3Y plus Z comma 1/2 into X plus 3Y minus Z എന്ന് കിട്ടും. സോ R3യിലുള്ള ആർബിട്രറി വെക്ടറിൻ്റെ എഫിൻ്റെ അണ്ടറിലുള്ള ഇമേജ് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മളോട് പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.